ഇനി സുഹൃത്തുക്കളെ, നമസ്കാര ശേഷം ഒരു കൂട്ട പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ ഫർള് നിസ്കാരത്തിന് ശേഷം കൂട്ട പ്രാർത്ഥന നടത്തിയിട്ടില്ല. മിഅ്റാജിന്റെ അന്നല്ലേ നിസ്കാരം നിർബന്ധാക്കിയത് 5 വഖ്ത്. 51ാമത്തെ വയസ്സ് റസൂലുള്ളാഹിക്ക് 51 വയസ്സ്. പിന്നെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 12 കൊല്ലം ജീവിച്ചു എന്ന് പറഞ്ഞാൽ 12 × 360, 12 ഗുണിക്കണം 5, അപ്പൊ ഏതാണ്ട് 20,000 വഖത്ത് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചു. ഒരൊറ്റ നമസ്കാരത്തിലെങ്കിലും അല്ലാഹുവിന്റെ റസൂലാകുന്ന ഇമാം അവിടെ ഇരുന്ന് ദുആ ചെയ്യുകയും മഅ്മൂമീങ്ങൾ ആമീൻ പറയുകയും ചെയ്ത ഒരൊറ്റ സംഭവം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റോ? തെളിയിക്കണങ്ങൾ. ആരാ നവീകരിച്ചത് ജനം മനസ്സിലാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ സഹാബത്തെ കൂട്ട പ്രാർത്ഥന നടത്തിയോ? എന്നിട്ട് ഉളുപ്പില്ലാതെ കാന്തപുരം എന്ന് പറഞ്ഞെന്താ? ഖുർആനിൽ ആയത്ത് തെളിവുണ്ട്. ഒന്ന് കേട്ടോ നിങ്ങൾ. അതുപോലെ നിസ്കരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു, നിസ്കരിച്ചു കഴിഞ്ഞാൽ നീ പ്രാർത്ഥിച്ചു കൊള്ളണം. നിസ്കരിച്ചു കഴിഞ്ഞാൽ ചൂടുള്ള പാറയിൽ ഇരുന്നതുപോലെ എഴുന്നേറ്റ് ഓടണമെന്ന് പറയുന്നവനല്ല. ഖുർആൻ പറയുന്ന നിസ്കരിച്ചു കഴിഞ്ഞാൽ നീ ദുആ ചെയ്യണം. ഏറ്റവും ഉത്തരം കിട്ടുന്ന ദുആ ഏതാണ് നബിയേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സമയത്ത് രാത്രിയിലെ ഇരുട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന ചെയ്യുന്ന ദുആയാണ് നിസ്കാരത്തിന്റെ ശേഷമുള്ളതായ പ്രാർത്ഥനയാണ്. നിസ്കരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനക്ക് വലിയ ഉത്തരമാണ്. അവിടെ പ്രാർത്ഥന ചെയ്യണം. അവിടെ ഒരാൾ ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീൻ പറഞ്ഞാൽ അതാണ് കൂടുതൽ ഇജാബത്ത് കിട്ടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. കണ്ടോ? ആയത്തോതിയിട്ട് തെളിവുണ്ടാക്കുക. ഇയാള് മുജ്തഹിദ മുഖല്ലിദ, ഇയാൾക്ക് ഇജ്തിഹാദ് ചെയ്യാൻ അവകാശമുണ്ടോ? ഇയാൾ പക്ക മുഖല്ലിദല്ലേ? മുഖല്ലിദ് പറഞ്ഞാൽ തെളിവും ന്യായവും നോക്കാതെ മുൻഗാമികളെ ഗ്രന്ഥത്തിൽ ചങ്ക് തൊടാതെ വിഴുങ്ങി വായ തൊടാതെ ഛർദ്ദിച്ചു കൊടുക്കുന്നവൻ, അതാ മുഖല്ലിദ് പറഞ്ഞ. ഖുർആനും ഹദീസും മുമ്പിൽ വെച്ച് ഗവേഷണം നടത്താൻ കേൾപ്പുള്ളവനാണ് മുജ്തഹിദ്. ഇയാൾ മുജ്തഹിദല്ല, മുഖല്ലിദാണ്. ഈ മുഖല്ലിദ ഇയാൾ ആയത്തോതിയിട്ട് കൂട്ടപ്രാർത്ഥനയ്ക്ക് തെളിവുണ്ടാക്കി. എവിടുന്ന് കിട്ടി? നബി ആയത്ത് കണ്ടിട്ടില്ലേ? സഹാബികളെ ആയത്ത് കണ്ടിട്ടില്ലേ? അവരാരെങ്കിലും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫർനിസ്കാരം കൂട്ടപ്രാർത്ഥന നടത്തിയോ? എന്നിട്ട് രണ്ടത്താണിയിൽ വന്നിട്ട് ലജ്ജയില്ലാതെ പറയാണ് നിസ്കാരം കഴിഞ്ഞാൽ പ്രാർത്ഥന വേണം. നിസ്കാരം കഴിഞ്ഞാൽ പ്രാർത്ഥന വേണമെന്ന് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളും പ്രാർത്ഥിക്കലുണ്ട്, ദിക്റും ദുആയൊക്കെ ഉണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം പറയും. അല്ലാഹുമ്മ അസ്സലാമു അലൈക തബാറക യാ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു പിന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു 33 ശതം പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക കൊണ്ട് 100 തേക്കും അല്ലേ? അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക. ഇതെല്ലാം ഞങ്ങളും ചെയ്യുന്നത് തന്നെയാണ്. 100 ആളുണ്ടെങ്കിൽ 100 ആളും ചെയ്യണം. ഇമാം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഭൂമികൾ ആമീൻ പറയുന്നത് ഒറ്റ ഹദീസ് കൊണ്ടുവരാൻ സാധിച്ചോ? എന്നിട്ട് ആയത്തോതിയിട്ട് സ്വന്തം ഗവേഷണം നടത്താണ്. ഇയാൾ മുജ്തഹിദ് ചമയുകയാണ്. മുഖല്ലിദാണെന്ന് നാടൊട്ടുക്ക് പറഞ്ഞു നടന്നിട്ട് മുജ്തഹിദ് ചമ. ഇതെങ്ങനെ അറബി മനസ്സിലാക്കിയിട്ട് പള്ളിന്റെ പൈസ വെച്ചോ? അയാളൊരു അറബി ഇരിക്കണല്ലോ അവിടെ. ചിലപ്പോ അറബികൾക്ക് ഇത് അറിഞ്ഞൂടാ. അറബികളുള്ളപ്പോ ഇയാൾ എണീറ്റ് പോയ സംഭവം വേറുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വേണ്ടി നമുക്ക് പിന്നീട് കാണിക്കാം. അറബികളെ കണ്ടപ്പോ കൂട്ടപ്രാർത്ഥന ഇല്ലാത്ത ഒറ്റ എണീക്കല്. ആരാ പറയുന്നത്? സുന്നികൾ തന്നെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇയാൾക്ക് പൈസ കണ്ട ആദർശം മറക്കും. ഷാർജയിൽ പോയപ്പോ 11 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചെന്ന് ആരാ പറഞ്ഞത്? സുന്നികളാ പറഞ്ഞത്. പെണ്ണുങ്ങൾ പോകുന്ന പള്ളിയിലല്ലേ മഹറൈൻ അറാദ് പള്ളിയിൽ ഇയാൾ നിസ്കരിച്ചത്? പെണ്ണുങ്ങൾ പങ്കെടുക്കുന്ന പള്ളി ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മള് വരാൻ പോകും. അതിന് കൂട്ടപ്രാർത്ഥനയെ സംബന്ധിച്ച് നിങ്ങളുടെ കിതാബിൽ ശറഹ് മുഹദ്ദബിൽ ഇമാം നവവി കേട്ടോളൂ. യുസ്തഹബ്ബു ലിൽ ഇമാമി ഇദാ സല്ലമ അൻ യഖൂമ മിൻ മുസല്ലാഹു അഖിബ സലാമിഹി ഇദാ ലം യകുൻ ഖൽഫഹു നിസാഉൻ. ഇമാമിന് സുന്നത്തായിട്ടുള്ളത് നമസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ തന്നെ അവിടുന്ന് എണീക്കലാണ്. ഇല്ലം യകുൻ ഖൽഫഹു നിസാഉൻ, അയാളെ പിന്നിൽ പെണ്ണുങ്ങളില്ലെങ്കിൽ. പെണ്ണുങ്ങളുണ്ടെങ്കിലോ? പെണ്ണുങ്ങൾ സലാം വീട്ടിയ ഉടനെ എണീറ്റ് പോകണം. അവരുടെ ദിക്റും ദുആയും സുന്നത്തസ്കാരൊക്കെ വീട്ടിൽ പോയിട്ടാ. അപ്പൊ നേരെ പിന്നിൽ റസൂലിന്റെ കാലത്ത് പെണ്ണുങ്ങളുണ്ട്. അപ്പൊ ആദ്യം പെണ്ണുങ്ങൾ പോകണം, എന്നിട്ട് ആണുങ്ങൾ എണീക്കാൻ പാടുള്ളൂ. ആണും പെണ്ണും വഴിയിൽ കൂടി കലരാതിരിക്കാൻ വേണ്ടിയാണെന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി തന്നെ പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് നവവി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതാണ്, ഹാഖദാ ഖാല ശാഫിഈ,
ഇങ്ങനെയാണ് ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളത്. ഫിൽ മുഖ്തസർ അൽ മുഖ്തസർ എന്ന ഗ്രന്ഥത്തിൽ അത് കാണാം. വത്തഫഖ അലൈഹി അസ്ഹാബ്, അദ്ദേഹത്തിന്റെ അസ്ഹാബുകൾ അനുയായികൾ അതിനോട് യോജിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇമാമ് സലാം വീട്ടിയ ഉടനെ തന്നെ അഖിബ സലാമിഹി അവിടുന്ന് എണീക്കണമെന്ന. ഇതല്ലേ 10 കിതാബിലെ നൂറുൽ അബ്സാറിലുള്ളത്. വയുഫാരിഖുൽ ഇമാമു മുസല്ലാഹു അഖിബ ഫറാദിഹി ഇല്ലം യകുൻ തമ്മനിസാഉൻ, ഇതേ അർത്ഥം. അപ്പൊ ഫൈദാ ഫറഖത ഫൻസബൊന്നും റസൂലിന് അറിഞ്ഞില്ല, ആ ആയത്ത് റസൂലിന് മനസ്സിലായില്ല, സഹാബികൾക്കും മനസ്സിലായില്ല, കോട്ടെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മനസ്സിലായില്ല, ഷാഫി മദ്ഹബിലെ ഒട്ടനേകം മുഹദ്ദിസുകൾക്കും ഫുഖഹാക്കൾക്കും മനസ്സിലായില്ല. എന്തൊരു കഷ്ടാണെന്ന് ആലോചിച്ചു. തെളിവില്ലാതെ വരുമ്പോ തെളിവുണ്ടാക്കാൻ വേണ്ടി ആയത്തും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഇതുകൊണ്ടാണ് ഇയാൾ ശിഷ്യൻ മാളിയേക്കൽ സഖാഫി ഒരു തട്ടിപ്പ് നടത്തുന്നത്. എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിരുന്നു എന്നുള്ളടത്ത് നോന്റെ വകകൾ കൂട്ടി മുസന്നഫ് ഇബ്നു അബീ ശൈബന്റെ പേരിൽ വെച്ച് കാച്ചി. ഞങ്ങളതൊക്കെ പുറത്തു വിട്ടിട്ട് വർഷങ്ങളായി. എന്താണ് നിങ്ങൾ മറുപടി എഴുതാത്തത്? മറുപടി ഇല്ല, നിങ്ങൾക്ക് മറുപടി ഇല്ല. മുസന്നഫ് ഇബ്നു അബീ ശൈബന്റെ